ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഈ വെണ്ടയിൽ നിറയെ പുഴുക്കളാണ്, പച്ച നിറത്തിലുള്ള പുഴുക്കൾ. അതായത് ഇല ചുരുട്ടി അതിനകത്ത് ചുരുണ്ടിരിക്കുന്ന പുഴുക്കൾ. ഈ പുഴുക്കൾ വന്നാൽ പിന്നെ നോക്കണ്ട, വെണ്ട പോയത് തന്നെ. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു മരുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് മരുന്നാണ്. ഞാനിപ്പോൾ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ മരുന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. ഇതിപ്പോൾ വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ മൂത്തതാണ്, ഇതൊക്കെ പറിക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ വെണ്ടയിലൊക്കെ ഉണ്ടാവും, നിറയെ വെണ്ടയ്ക്കയാണ് ഉള്ളത്. നമ്മളത് മൂക്കുന്നതിന് മുമ്പേ തന്നെ പറിക്കും. ഇപ്പോൾ ഈ പറിച്ചിരിക്കുന്നതിൻ്റെ പാട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കണ്ടോ, ഇതൊക്കെ പറിച്ചെടുത്ത് നമ്മളിതിൽ വെണ്ടയിൽ നോക്കുമ്പോൾ വെണ്ടയ്ക്ക കാണാൻ പാടില്ല. കാരണം അത് മൂക്കുന്നതിന് മുമ്പേ പറിച്ചെടുക്കണം. അങ്ങനെ എല്ലാത്തിൽ നിന്നും നമ്മളിത് പറിച്ച് എടുത്തിട്ട് ഇപ്പോൾ പറിക്കാറായി നിൽക്കുന്നതാണിത്. അതുകൊണ്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ വെണ്ടയിൽ നോക്കിക്കഴിഞ്ഞാൽ നിറയെ വെണ്ടയ്ക്ക കാണില്ല. കാരണം അതൊക്കെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വെണ്ടയിൽ ഇപ്പോൾ എല്ലാം ഒരു 5-8 എണ്ണം ഇപ്പോൾ പറിക്കാറായിട്ട് നിൽപ്പുണ്ട്. മറ്റെല്ലാത്തിലും നിറയെ വെണ്ടയ്ക്ക ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും നല്ല സൈസ് വെണ്ടയ്ക്കയാണ്, പച്ച കളറിലുള്ളത്. ഈ ആനക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു വെണ്ടയുണ്ട്, അത് ഏതാണ്ട് അതേമാതിരിയാണ് ഇതിൻ്റെ വെണ്ടയ്ക്ക. വലുതാണ്, പക്ഷേ ഇത് ആനക്കൊമ്പൻ ടൈപ്പല്ല, തനി പച്ച നിറത്തിലുള്ള വെണ്ടയ്ക്കയാണ്. ഇങ്ങനെ പുഴു വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത്, ആ പുഴുവിനെ ആ ഇലയോട് കൂടി, ഇലയുടെ ഭാഗം കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ദൂരെ കൊണ്ടുപോയി ചവിട്ടി തേച്ച് കളയുക. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം, ഇലയോട് കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ദൂരെ കൊണ്ടുപോയി അതിനെ ചവിട്ടി അരച്ച് കളയുക. അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. കാരണം നമുക്ക് വെണ്ട തോട്ടങ്ങളല്ലല്ലോ, ആയിരക്കണക്കിന് വെണ്ടയൊന്നുമില്ലല്ലോ. അപ്പോൾ 10-15 വെണ്ട സാധാരണ ഒരു വീട്ടിൽ കാണും, അത്രയേ ഉള്ളൂ. പിന്നെ വലിയ കൃഷിക്കാരാണെങ്കിൽ ഒരുപാട് വെണ്ടയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുറച്ച് വെണ്ടയൊക്കെ ഉള്ളവർക്ക് ഈ വലിയ മരുന്ന് കൊണ്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കീടനാശിനി വലിയ വില കൊടുത്ത് പെട്ടെന്ന് എല്ലാ കീടങ്ങളും ചാകുന്ന തമിഴ്നാട്ടുകാരൊക്കെ ചെയ്യുന്ന പോലെയുള്ള അഭ്യാസമൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1-2 പുഴുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ചവിട്ടി അരിച്ച് ദൂരെ കൊണ്ടുപോയി കളയുക. അവിടെ ഇട്ട് ഇതിൻ്റെ ചുവട്ടിലിട്ട് ചവിട്ടി അരിക്കരുത്. കാരണം അതിൽ മുട്ടയൊക്കെ കേടാവാതെ മുട്ടകൾ ഇരിപ്പുണ്ടാകും പുഴുവിൻ്റെ. അത് പിന്നീട് ജീവൻ വെച്ച് പിന്നീട് വെണ്ടയിലേക്ക് വന്ന് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൂരെ കൊണ്ടുപോയി അത് കളയണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. കണ്ടോ, ഇതാണിത്, ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഇത് 100 ml-ൻ്റെയാണ്. ഇതിന് വിലയൊന്നുമില്ല, 20 രൂപയാണ് വില 100 ml. അപ്പോൾ ഇത് നമ്മളൊരു 5 തുള്ളി വെള്ളത്തിൽ, 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 തുള്ളി എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇത് രാസവസ്തു അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ നമ്മളൊക്കെ മറ്റേ പല്ല് തേക്കാനുള്ള പേസ്റ്റ് ഉപയോഗിക്കുന്നില്ല, അത് രാസവസ്തുവാണ്. പക്ഷേ അത് സ്വാഭാവികമായിട്ട് വലിയ ദോഷം ചെയ്യുന്ന രാസവസ്തുവല്ല. രാസവസ്തു പലതും ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് അടിച്ചു കൊടുക്കുക. ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനും ചെയ്യുന്നതാണ്. ഇത് വൈകുന്നേരങ്ങളിൽ അടിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.